മാസം മുൻപ് ആദ്യത്തെ നിർബന്ധിത ഗർഭഛിത്രത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉയർന്നപ്പോൾ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തു നിന്നും കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും രാഹുലിനെ സസ്പെൻഡ് ചെയ്തു. തൊട്ടു പിന്നാലെ കൂടുതൽ പരാതികളും ഓഡിയോകളും സ്ക്രീൻഷോട്ടുകളും ഒക്കെ പുറത്തു വന്നെങ്കിലും പതിയെ ആരോപണങ്ങളെല്ലാം കെട്ടടങ്ങി. ആരും അധികം ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടതോടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമായി ഇറങ്ങി പ്രവർത്തിക്കാനും തുടങ്ങി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ ഒരുങ്ങിക്കെട്ടി ഇറങ്ങുന്നതിൽ നല്ല രീതിയിൽ അമർഷം ഉണ്ടായിരുന്നു തുടക്കം മുതൽ തന്നെ. അപ്പോഴും ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്കു വേണ്ടി രാഹുലിനെ സജീവമാക്കാൻ മൂട് താങ്ങിയ ചില നേതാക്കളും ഇപ്പുറത്തുമുണ്ടായിരുന്നു. ഇത്രയൊക്കെ പീഡന വിവരങ്ങൾ പുറത്തു വന്നിട്ടും രാഹുലിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ സിനിമാ നടിമാർ വരെ എത്തുക മാത്രമല്ല രാഹുലിനെ നന്നായി അങ്ങ് പുകഴ്ത്തുകയും ചെയ്തു. പക്ഷെ ഇപ്പോൾ വലിയ റോളുകളൊന്നും കിട്ടാത്ത, സിനിമയില്ലാതെ ഫീൽഡ് ഔട്ടായ നടിമാരാണ് രാഹുലിനു വേണ്ടി രംഗത്തിറങ്ങിയത്. അത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ചോദിച്ചാൽ രാഹുൽ സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന, സ്ത്രീകൾ അകറ്റി നിർത്തുന്ന ഒരാൾ അല്ലെന്ന് വരുത്തി തീർക്കാൻ ഇവരുടെ സാന്നിധ്യം രാഹുലിന് ആവശ്യമായിരുന്നു. അതിനുള്ള ശ്രമമാണ് നടിമാരെ കൊണ്ടുവന്ന് കാണിച്ചു കൂട്ടിയത്. ബിഗ് ബോസിനെ വെല്ലുന്ന PR വർക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിനു വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെ. രാഹുലിന്റെ പരിപാടിയിൽ നടിമാർ എത്തിയതും സെലിബ്രിറ്റികളുടെ പിന്തുണയും മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കെതിരെയുള്ള സൈബർ അറ്റാക്കുമെല്ലാം ഈ PR പ്രചരണത്തിന്റെ ഭാഗം തന്നെയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ഇതുവരെ പുറത്തുവരാത്ത പുതിയൊരു ഗർഭചിത്ര ഓഡിയോ പുറത്തു വരുന്നത്. ഈ പുതിയ ഫോൺ സംഭാഷണം പുറത്തു വന്നതോടെ ലക്ഷങ്ങൾ വാരി എറിഞ്ഞുകൊണ്ട് PR ഉയർത്തിക്കൊണ്ടുവന്ന ഇമേജ് എല്ലാം വീണ്ടും തകർന്നടിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ 3 മാസമായി ബിൽഡ് ചെയ്തു വന്ന രാഹുലിന്റെ PR ഇമേജ് ഒറ്റ ദിവസം കൊണ്ട് തകർന്നടിയുകയായിരുന്നു. ഗർഭധാരണത്തിന് പ്രേരിപ്പിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പെൺകുട്ടി ഓഡിയോയിൽ വ്യക്തമായി പറയുകയാണ്. നമുക്കൊരു കുഞ്ഞു വേണമെന്നും നീ ഗർഭിണിയാകണമെന്നും രാഹുൽ പെൺകുട്ടിയോട് പറയുന്നു. പിന്നീട് അവർ ഗർഭിണിയായപ്പോൾ ഗർഭചിത്രത്തിന് രാഹുൽ പെൺകുട്ടിയോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. എല്ലാം നിങ്ങളുടെ പ്ലാൻ ആയിട്ടും ഇപ്പോൾ മാറുന്നത് എന്തിനാണെന്ന് പെൺകുട്ടി ചോദിക്കുകയാണ്. ആരോഗ്യപരവും മാനസികപരവുമായ പ്രശ്നങ്ങൾ പറയുന്ന പെൺകുട്ടി എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്നുമുണ്ട്. എൻ്റെ പൊന്നു സുഹൃത്തെ, താൻ ആദ്യം ഒന്ന് റിയലിസ്റ്റിക് ആയിട്ട് സംസാരിക്കൂ, ഈ ഡ്രാമ കാണിക്കുന്നവരെ ഇഷ്ടമേ അല്ല എന്ന് രാഹുൽ മറുപടി പറയുന്നുണ്ട്. നിന്റെ ഈ വർത്താനം നിർത്താൻ എന്ന തരത്തിലുള്ള അസഭ്യം കലർന്ന മറുപടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ച് പറയുന്നതൊക്കെ. ഈ പുതിയ ഓഡിയോ ക്ലിപ്പ് പുറത്തായതോടെ ആരോപണങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാൻ ഇതുവരെയും രാഹുൽ തയ്യാറായിട്ടുമില്ല. ഓഡിയോ ക്ലിപ്പ് തൻ്റേതാണോ എന്ന് നേരിട്ട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അതിന് മറുപടിയൊന്നും പറയാതെ, പ്രതികരണം തേടാതെ ക്ലിപ്പ് പ്രസിദ്ധീകരിച്ചതിന് മാധ്യമങ്ങളെ വിമർശിക്കുകയാണ് രാഹുൽ ചെയ്തത്. സംഗതി ഇങ്ങനെയൊക്കെ ആണെങ്കിലും രാഹുലിന്റെ സ്വന്തം PR ടീം ശക്തമായി തന്നെ രാഹുലിനു വേണ്ടി ഇപ്പോഴും രംഗത്തിറങ്ങിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ രാഹുൽ സപ്പോർട്ടർമാരുടെ പ്രചരണം സജീവമായി തന്നെ തുടരുകയാണ്. വാർത്തകളുടെ കാർഡിന് കീഴിൽ രാഹുൽ നിരപരാധി എന്നുള്ള കമന്റുകൾ, പുറത്തു വന്ന ഓഡിയോ സംഭാഷണത്തിലെ സ്ത്രീയെ അധിക്ഷേപിക്കുന്ന കമന്റുകൾ എന്നിങ്ങനെ അവർ വീണ്ടും ഇമേജ് വീണ്ടെടുക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിർബന്ധിത ഗർഭചിത്രത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ പരാതി നൽകാൻ യുവതി തയ്യാറെടുക്കുകയാണെന്ന വിവരമാണ് ഒടുവിലായി പുറത്തുവരുന്നത്. പരാതി നൽകാൻ തയ്യാറായാൽ എല്ലാവിധ പിന്തുണയും നൽകുമെന്നാണ് സർക്കാരിന്റെ നിലപാടും. സർക്കാർ മാത്രമല്ല, കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ മുതിർന്ന നേതാക്കൾ അടക്കമുള്ള രാഹുൽ വിരോധികളായ ഒരു വിഭാഗവും പെൺകുട്ടിക്കുള്ള പിന്തുണ ഇതിനോടകം അറിയിച്ചിട്ടുമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കരുതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് KPCC നേതൃത്വം നിർദ്ദേശം നൽകിയെന്നാണ് സൂചന. രാഹുലിനെതിരായ ഗർഭചിത്ര ആരോപണത്തിൽ കൂടുതൽ തെളിവുകൾ കൂടി പുറത്തു വന്നെങ്കിലും പരസ്യമായ പ്രതിഷേധം വേണ്ടെന്നാണ് ഇടതു മുന്നണിയുടെ തീരുമാനം. PR വർക്കുകൾ സജീവമായി നടക്കുന്നുണ്ടെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലെ ഏതാണ്ട് പൂർണ്ണമായും കൈയൊഴിഞ്ഞ മട്ടാണ് കാണുന്നത്. ഇങ്ങനെ പോയാൽ കസേര തെറിക്കാനും അധികം സമയം വേണ്ടിവരില്ല.